ആരാണിത് പറയുന്നത്? ഈ റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് എന്ന് ആരാണ് പറയുന്നത്? ഞങ്ങളുടെ അറിവനുസരിച്ച് അങ്ങനെയില്ല. റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ വരേണ്ടത് നമ്മുടെ എല്ലാ ആവശ്യമാണ്. റിപ്പോർട്ടിൽ എന്തുണ്ട് എന്നറിയാനുള്ള അവകാശം തൃശ്ശൂരിലെ സാധാരണ മനുഷ്യർക്കുണ്ട്. അത് ഇന്നിപ്പോൾ ഒരു പൊതു പ്രശ്നം കൂടിയായി ഉയർന്നു വന്നിരിക്കുകയാണ്. തൃശ്ശൂർ പൂരത്തിന് ഇത്തവണ ഇത്തരം വിവാദങ്ങൾ എന്ന് തുടങ്ങിയതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാനതാണ് ഇപ്പോൾ ശ്രദ്ധയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഒരു ഘട്ടത്തിൽ തൃശ്ശൂർ പൂരം നടക്കില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ദേവസ്വങ്ങൾ തമ്മിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ട് പൂരം എക്സിബിഷൻ മുടങ്ങാൻ പോകുന്നു. കർശനമായി സർക്കാർ ഇടപെട്ടു. അന്ന് ദേവസ്വം മന്ത്രി തൃശ്ശൂർ ജില്ലക്കാരനാണ്. ഞങ്ങൾ ചുമതലക്കാരായ മന്ത്രി എന്ന നിലയിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ചേർന്ന് യോഗം ചേർന്നു. പിന്നീട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ഇരു ദേവസ്വങ്ങളെയും കൊച്ചിൻ ദേവസ്വം ബോർഡിനെയും വിളിച്ചിരുത്തി ആ പ്രശ്നത്തിലൊരു തീരുമാനമാക്കുകയും ദേവസ്വം ബോർഡുകൾ സർക്കാരിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് കോടതി ഇടപെടലുണ്ടായി. ആ ഘട്ടത്തിലും സർക്കാരും സർക്കാരിൻ്റെ അഭിഭാഷകനും ഇടപെട്ടു. പിന്നീട് കേരള ഗവൺമെൻറ്റിൻ്റെ വനം വകുപ്പ്, പ്രത്യേകിച്ച് വൈൽഡ് ലൈഫ് വിഭാഗം പ്രത്യേകമായൊരു സർക്കുലർ പുറത്തിറക്കി. ഓർമ്മയുണ്ടാകും, ചമയ പ്രദർശനത്തിൻ്റെ അന്നാണ്. അന്ന് ഈ പ്രശ്നം വലിയ പ്രശ്നമായി ഉന്നയിച്ചുകൊണ്ട് പൂരം നിൽക്കാൻ പോവുകയാണെന്ന പ്രശ്നം ഉണ്ടായപ്പോൾ ക്യാബിനറ്റിൽ ഞാൻ തന്നെയാണ് ആ വിഷയം ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രി ഇടപെടുന്നു. മണിക്കൂറുകൾക്കകം സർക്കുലർ പിൻവലിക്കുന്നു. സ്വാഭാവികമായിട്ടും ആദ്യഘട്ടം മുതൽ തന്നെ ഗവൺമെൻറ് പൂരത്തിൻ്റെ ഗുണകരമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് എല്ലാ വിധത്തിലുള്ള നടപടിക്രമങ്ങളും നടത്തി. കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലവിൽ വന്നാൽ മന്ത്രിമാർക്ക് നേരിട്ട് യോഗം നടത്താൻ പറ്റില്ലെന്ന പ്രശ്നം ഉണ്ടാകും എന്ന് കണ്ട് കോഡ് ഓഫ് കോണ്ടക്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ വിഭാഗം ഡിപ്പാർട്ട്മെൻറ്റുകളെയും ദേവസ്വങ്ങളെയും കൂട്ടിയിണക്കി വളരെ സമഗ്രമായിട്ടുള്ള ഒരു പരിപാടി തയ്യാറാക്കിയിട്ടാണ് പൂരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. കോഡ് ഓഫ് കോണ്ടക്റ്റ് വരുന്ന സാഹചര്യത്തിൽ പൊതുയോഗങ്ങൾ, പൊതുവായിട്ടുള്ള മീറ്റിങ്ങുകൾ നടക്കാൻ മന്ത്രിമാർക്ക് അനുവാദമില്ല എന്നൊരു പ്രയാസം ഉണ്ടായിരുന്നു. എങ്കിലും പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നല്ലതുപോലെ ഗവൺമെൻറ്റിന് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന പൊതു ധാരണ തന്നെയാണ് ദേവസ്വങ്ങൾ ഉന്നയിച്ചത്. പൂരത്തിൻ്റെ തലേ ദിവസം നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പോകുന്ന എപ്പോഴാണ് നമുക്കറിയാം. അപ്പോഴും ഉയർന്നു വന്നു ഒരു പ്രശ്നം. അമിക്കസ് ക്യൂറികളുടെ സാന്നിധ്യത്തിൽ ആനയുടെ അളവെടുപ്പും അതിൻ്റെ പരിശോധനയും വളരെ പ്രയാസകരമായ പ്രശ്നമാകുന്നു എന്ന് കണ്ടപ്പോൾ ADM തന്നെ പ്രത്യേക ചുമതല കൊടുത്ത് അവസാനത്തെ ആനയുടെയും സർട്ടിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് രാത്രി 1 മണിക്ക് ശേഷം പാറമേക്കാവിലിൻ്റെ ദേവസ്വം ഓഫീസിൽ നിന്ന് ഞാൻ പോകുന്നത്. പിറ്റേന്ന് രാവിലെ കണിമംഗല ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പ് മുതൽ നമ്മളെല്ലാവരും പൂർണ്ണമായി ഇത് കഴിയുന്നത് വരെ ഇവിടെയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പൂരത്തിൻ്റെ വെടിക്കെട്ടിന് ഇത്തിരി നേരം വൈകി. പക്ഷെ പൂരം വെടിക്കെട്ട് യഥാർത്ഥത്തിൽ ഉച്ചയ്ക്ക് ശേഷമായാൽ തീരുമാനിച്ചാൽ, നമ്മുടെ ഉപചാരം ചൊല്ലി പിരിയുന്നതിന് ശേഷമായാൽ ഒരുപക്ഷെ ഉപചാരം ചൊല്ലുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പകൽപൂരത്തിന് പോലും തടസ്സമുണ്ടായേനെ. കാരണം അവിടെ മാഗസീൻ്റെ മുമ്പിലാണ് ആ പൂരം നടക്കേണ്ടത്. അതുകൊണ്ടാണ് വളരെ പ്രയാസപ്പെട്ട് ഔപചാരികമായ ചർച്ചകളിൽ പങ്കെടുക്കാൻ പറ്റാതിരുന്നിട്ടും അനൗപചാരികമായി അവരെല്ലാവരും കൂടി ആലോചിച്ച് ഇത്തിരി നേരം വൈകിയാലും വെടിക്കെട്ട് നടക്കട്ടെ എന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. സ്വാഭാവികമായിട്ടും പൂരത്തിൻ്റെ ഘട്ടത്തിൽ എല്ലാ അർത്ഥത്തിലും പങ്കെടുക്കുന്ന തൃശ്ശൂർക്കാരും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തകർക്കും പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രയാസങ്ങളിൽ എന്തുണ്ടായി എന്നറിയണം എന്നുള്ളത് തൃശ്ശൂരിൻ്റെ ഒരു അവകാശമാണ്. മന്ത്രി എന്ന നിലയിലാണെങ്കിൽ പോലും ആ റിപ്പോർട്ട് പുറത്തു വരണം എന്ന അഭിപ്രായ പ്രകടനം തന്നെയാണ് നേരത്തെ മുതൽ ഈ ആശങ്കയും അതുപോലെ തന്നെ വിവരാവകാശ നിയമപ്രകാരമുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉയർന്നപ്പോഴും ആ റിപ്പോർട്ട് പുറത്തു വരണം എന്ന നിർബന്ധം തന്നെയാണ് ആ കാര്യത്തിലുണ്ടായത്. ആ നിർബന്ധം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷെ ഒരു കാര്യം, റിപ്പോർട്ട് പുറത്തു വരട്ടെ, റിപ്പോർട്ട് കൃത്യമായി പുറത്തു വരട്ടെ. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് DGPയുടെ മുമ്പാകെ ഇന്നലെ സമർപ്പിച്ചു. ഇനി ആഭ്യന്തര സെക്രട്ടറി കൂടി കണ്ടിട്ട് വേണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിലെത്താൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു. മുഖ്യമന്ത്രി നേരിട്ട് നോട്ട് നൽകി 24-ാം തീയതിക്കകം ആ റിപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലെത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് എത്തട്ടെ. ആ റിപ്പോർട്ട് എത്തിയതിന് ശേഷവും ഏതെങ്കിലും വിധത്തിലുള്ള ആശങ്കകൾ നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അത് ഉന്നയിക്കാനും ഏത് വിധത്തിലാണ് ആശങ്കകൾ പരിഹരിക്കേണ്ടത് എന്ന് പറയാനുമുള്ള അവകാശമുണ്ട്. അത് പറയുക തന്നെ ചെയ്യും. അതിൽ യാതൊരു തർക്കവുമില്ല.